ചൊവ്വാഴ്ച രാവിലെ സമയം 11 മണി. പഴയകുന്നുമ്മൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വിവിധ ദിശകളിലേക്ക് പോകാനായി നിരവധി യാത്രക്കാർ ബസ് കാത്തു നിൽപ്പുണ്ട്. കാത്തിരിപ്പുകാരുടെ ഇടയിൽ കസേരയിൽ കൂട്ടുകാരികൾക്കൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി പെട്ടെന്ന് ശ്വാസം കിട്ടാതെ പിടയുന്നത് കണ്ട് എല്ലാവരും അമ്പരന്നു. കൂട്ടുകാരികൾ നിലവിളിച്ചതോടെ സമീപത്തുണ്ടായിരുന്നവർ ശ്വാസം കിട്ടാതെ പിടയുന്ന പെൺകുട്ടിയുടെ അരികിലേക്ക് ഓടിയെത്തി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ എല്ലാവരും കാര്യമന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നു. ഒരു പെൺകുട്ടി മരണവെപ്രാളത്തിൽ പിടയുന്നത് നോക്കി നിൽക്കുകയല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും സ്തംഭിച്ചു നിൽക്കുന്നു. ഈ സമയം ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരു പെൺകുട്ടിയെത്തി ശ്വാസം മുട്ടി പിടയുന്ന പെൺകുട്ടിക്ക് അടിയന്തര ശുശ്രൂഷ നൽകുന്നു. അല്പസമയത്തിനുള്ളിൽ ശ്വാസം മുട്ടി മരണത്തോട് മല്ലടിച്ച പെൺകുട്ടി സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നു. ആകാംക്ഷയുടെ മുൾമുനയിൽ അമ്പരന്ന് നിന്നവരോട് പ്രാഥമിക ചികിത്സ നൽകിയ പെൺകുട്ടി പറഞ്ഞു, ആരും ഭയപ്പെടണ്ട. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ് അംഗങ്ങൾ പൊതുജന ബോധവൽക്കരണത്തിനായി അവതരിപ്പിച്ച മുൻകരുതലിന്റെ മോക്ക് ഡ്രില്ലാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് കേട്ടപ്പോഴാണ് ഓടിക്കൂടിയവർക്ക് ആശ്വാസമായത്. ഭക്ഷണമോ മറ്റു വസ്തുക്കളോ ശ്വാസനാളത്തിൽ കുടുങ്ങി ശ്വാസം മുട്ടലുണ്ടാകുന്ന അവസ്ഥയാണ് ചോക്കിംഗ്. പെട്ടെന്നുള്ള പ്രഥമ ശുശ്രൂഷ ജീവൻ രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ്. ഹൃദയസ്തംഭനം അല്ലെങ്കിൽ പെട്ടെന്ന് ബോധക്ഷയം സംഭവിക്കുന്ന വ്യക്തികളിൽ നടത്തുന്ന ഒരു അടിയന്തര നടപടിക്രമമാണ് കാർഡിയോ പൾമോണറി റെസസിറ്റേഷൻ അഥവാ CPR. ഇത് സംബന്ധിച്ചുള്ള ഡെമോൺസ്ട്രേഷനും അഗ്നിസുരക്ഷാ ബോധവൽക്കരണവുമാണ് അഗ്നിസേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്ന് ബസ് സ്റ്റാൻഡിൽ അവതരിപ്പിച്ചത്. ദേശീയ അഗ്നിശമന സേനാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് വെഞ്ഞാറമൂട് അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസും ചേർന്ന് മോക്ക് ഡ്രിൽ അവതരിപ്പിച്ചത്. പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, അഗ്നിസുരക്ഷാ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി അഗ്നിരക്ഷാ നിലയത്തിൽ രാവിലെ പതാക ഉയർത്തിയ ശേഷം വെഞ്ഞാറമൂട് മുതൽ വാമനപുരം വരെ വാഹന റാലിയും സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T. സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർ റോഷൻ, പോസ്റ്റ് വാർഡൻ ശ്രീജിത്ത്, അഗ്നിശമന സേനാംഗങ്ങൾ, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവരടങ്ങിയ സംഘമാണ് പരിപാടി അവതരിപ്പിച്ചത്. അറിവ് പകർന്നതിനൊപ്പം ആകാംക്ഷയും അമ്പരപ്പും നിറഞ്ഞ സിവിൽ ഡിഫൻസിന്റെയും ഫയർ സേനാംഗങ്ങളുടെയും മോക്ക് ഡ്രിൽ പൊതുജനങ്ങളുടെ ഇടയിൽ വ്യത്യസ്താനുഭവം കൊണ്ട് ശ്രദ്ധേയമായി. ഇപ്പോ ഇന്ന് നാഷണൽ ഫയർ സർവീസ് ഡേ ആണ്, April 14. നമ്മൾ എല്ലാ വർഷവും ആചരിക്കാറുണ്ട്. ഈ ദേശീയ അഗ്നി സുരക്ഷാ ദിനം ആചരിക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാല് 1944 മഹാരാഷ്ട്ര ബോംബെ വിക്ടോറിയ തുറമുഖത്ത് നങ്കൂരം ഇട്ടിരുന്ന ഒരു കപ്പലുണ്ടായിരുന്നു, SS സ്പോർട്സ് എന്ന് പറഞ്ഞു. ആ കപ്പലില് നങ്കൂരിട്ടുന്ന കപ്പലിന് തീ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു 67 ഫയർമാൻമാരുണ്ടായിരുന്നു. ഓഫീസർ ഉൾപ്പെടെ 67 പേരുണ്ടായിരുന്നു. അവര് എന്ത് ഭരിക്കാറുണ്ടായിരുന്നു. അവിടെ അകത്ത് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. മരിച്ചതിൽ 67 ഫയർ സർവീസുകാരുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് April 14 നാഷണൽ ഫയർ സർവീസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ വെഞ്ഞാറമൂട് ഫയർ സ്റ്റേഷനിലെ ജീവനക്കാരും അതോടൊപ്പം തന്നെ നമ്മളൊക്കെ കൂടെ എല്ലാത്തിനും ആക്റ്റീവായിട്ട് നമ്മുടെ സിവിൽ ഡിഫൻസ് അംഗങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു പൊതുജന ബോധവൽക്കരണ പരിപാടി നടത്തണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചത്. അവിടെ തന്നെ നമ്മുടെ 2 ചോക്കിംഗ് അതുപോലെ പിന്നെ CPR കൊടുക്കുന്നത് കാണിക്കുകയുണ്ടായി. അതിൽ തന്നെ ചോക്കിംഗ് നമ്മൾ ഒരു മോക്ക് ഡ്രില്ലായിട്ടാണ് അവതരിപ്പിച്ചത്. ആ സമയത്ത് ശരിക്കും ഇവിടെ ഉണ്ടായിരുന്ന പല അംഗങ്ങളും പല ആൾക്കാരും വളരെ പാനിക്കായി. ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ചോക്കിംഗ് ഒന്ന് ഇങ്ങനെ ഇത് കാണിക്കുന്നത് കണ്ടിട്ട്. അപ്പൊ അത് തന്നെ നമുക്കൊരു വലിയ വിജയമായിട്ട് കാര്യമാണ്. കാര്യം 100-100ഓളം ആൾക്കാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഈ പിന്നെ നമ്മുടെ ഈ ചോക്കിംഗ് സംഭവിക്കുന്ന ആളിനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് നമ്മുടെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ തന്നെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു. അതിനുശേഷം ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി നമ്മൾ അതിന്റെ ഒരു
ഡെമോൺസ്ട്രേഷൻ തന്നെ നടത്തുകയുണ്ടായി. അതൊരു വലിയൊരു കാര്യമായിട്ട് ഈ ഫയർ സർവീസ് ദിനത്തിൽ ഞങ്ങൾ ഈ വെഞ്ഞാറമൂട് ഫയർ സ്റ്റേഷന്റെ ഭാഗമായിട്ട് ഇത് നടത്തിയത് വലിയൊരു നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾ